യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 10 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കപ്പെടുക. യോഹന്നാൻ അധ്യായം 10 ആകെ എത്ര വാക്യങ്ങൾ? 42. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 10 ഒന്നാമത്തെ തലക്കെട്ട് ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ. ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നത് ആര്? കള്ളനും കവർച്ചക്കാരനും. ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആരാണ്? ആടുകളുടെ ഇടയൻ. ഇടയന് വാതിൽ തുറന്നു കൊടുക്കുന്നത് ആര്? കാവൽക്കാരൻ. കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കുന്നത് ആർക്ക്? ഇടയന്. ഇടയൻ്റെ സ്വരം കേൾക്കുന്നത് ആര്? ആടുകൾ. ഇടയൻ തൻ്റെ ആടുകളെ എങ്ങനെയാണ് വിളിക്കുന്നത്? പേര് ചൊല്ലി വിളിക്കുന്നു. ആരാണ് ആടുകൾക്ക് മുമ്പേ നടക്കുന്നത്? ഇടയൻ. ആടുകൾ ഇടയനെ അനുഗമിക്കുന്നത് എന്തുകൊണ്ട്? അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട്. ആടുകൾ ഒരിക്കലും ആരെ അനുഗമിക്കുന്നില്ല? അപരിചിതനെ. ആടുകൾ അന്യരിൽ നിന്ന് ഓടിയകലുന്നത് എന്തുകൊണ്ട്? അന്യരുടെ സ്വരം അറിയാത്തതിനാൽ. യോഹന്നാൻ അധ്യായം 10 രണ്ടാമത്തെ തലക്കെട്ട് നല്ല ഇടയൻ. ആരാണ് ആടുകളുടെ വാതിൽ? യേശു. എനിക്ക് മുമ്പേ വന്നവരെല്ലാം ആരായിരുന്നു എന്നാണ് യേശു പറയുന്നത്? കള്ളന്മാരും കവർച്ചക്കാരും. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ എന്തു പ്രാപിക്കുമെന്നാണ് യേശു പറയുന്നത്? രക്ഷ. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. ആര്? എന്നിലൂടെ പ്രവേശിക്കുന്നവൻ. എന്തിനാണ് കള്ളൻ വരുന്നത്? മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നുവെന്നാണ് യേശു പറയുന്നത്? ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ആരാണ് ചെന്നായ് വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നത്? ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ. കൂലിക്കാരൻ ഓടിപ്പോകുന്നത് എന്തുകൊണ്ട്? കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടും. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്ന പോലെ ആരെ അറിയുന്നുവെന്നാണ് യേശു പറയുന്നത്? ഞാൻ എനിക്കുള്ളവരെയും എനിക്കുള്ളത് എന്നെയും. എന്തിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നുവെന്നാണ് യേശു പറയുന്നത്? തിരിച്ചെടുക്കുന്നതിന് വേണ്ടി. ആര് എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയില്ല? എന്ത്? ജീവൻ. ജീവൻ എന്തു ചെയ്യാൻ തനിക്ക് അധികാരമുണ്ട് എന്നാണ് യേശു പറയുന്നത്? സമർപ്പിക്കാനും തിരികെ എടുക്കാനും. അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്. എന്തിന് അവൻ പറയുന്നത് കേൾക്കണം? ആരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു? യഹൂദർ യേശുവിനെ കുറിച്ച്. യോഹന്നാൻ അധ്യായം 10 രണ്ടാമത്തെ തലക്കെട്ട് യേശു ദൈവപുത്രൻ. ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാൾ ആയിരുന്നത് ഏത് കാലത്തായിരുന്നു? ശീതകാലത്ത്. യേശു സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവൻ്റെ ചുറ്റും കൂടി എന്താണ് ചോദിച്ചത്? നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്ദിഗ്ധാവസ്ഥയിൽ നിർത്തും? നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്ദിഗ്ധാവസ്ഥയിൽ നിർത്തും? ആരോട് ചോദിച്ചു? യഹൂദർ യേശുവിനോട്. യോഹന്നാൻ 10:25 പ്രകാരം എന്ത് എനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നാണ് യേശു പറഞ്ഞത്? എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ. യോഹന്നാൻ 10:27 പ്രകാരം എൻ്റെ ആടുകൾ എന്തു ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? എൻ്റെ സ്വരം ശ്രവിക്കുന്നു. യോഹന്നാൻ 10:28 പ്രകാരം താൻ ആർക്ക് നിത്യജീവൻ നൽകുന്നുവെന്നാണ് യേശു പറയുന്നത്? തൻ്റെ ആടുകൾക്ക്. യേശുവിനെ എറിയാൻ വീണ്ടും കല്ലെടുത്തത് ആര്? യഹൂദർ. എന്തുമൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്നാണ് യഹൂദർ യേശുവിനോട് പറഞ്ഞത്? ദൈവദൂഷണം മൂലം. മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. ആരോട് പറഞ്ഞു? യഹൂദർ യേശുവിനോട്. ഞാൻ എന്തു ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട എന്നാണ് യേശു പറയുന്നത്? പിതാവിൻ്റെ പ്രവൃത്തികൾ. യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലം എവിടെ? ജോർദാൻ്റെ മറുകരയിൽ. ഒരടയാളവും പ്രവർത്തിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ.